ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കൊല്ലത്തിൻ്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാടി ഹിൽസിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് ഒറ്റക്കൽ ലുക്കൗട്ട് വ്യൂ പോയിൻ്റ്. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തടയണയാണിത്. നമുക്ക് പോകുന്ന വഴിക്ക് നമുക്കിവിടെ കയറാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടുന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത അടിപൊളി ഒരു സ്പോട്ട് 13 കണ്ണറപ്പാലം. അങ്ങനെ കാഴ്ചകൾ കണ്ടുള്ള യാത്ര തുടരുകയായി. തെന്മലയിൽ നിന്ന് വരുന്ന വഴിക്ക് കഴുതുരുട്ടിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറിയാണ് അമ്പനാടി ഹിൽസിലേക്ക് പോകുന്നത്. വരുന്ന വഴിക്ക് രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ്. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് പറങ്ങാൻ തോട്ടങ്ങളും കാണാം. പിന്നെ അവിടുന്ന് വരുമ്പോൾ നെടുമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. പേരാലും ഒരമ്പലവും ചെറിയൊരു തോടുമായിട്ടൊക്കെയുള്ളൊരു മനോഹരമായ സ്ഥലമാണ് നെടുമ്പാറ. ഇനി ഇവിടെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. റോഡ് അത്യാവശ്യം മോശമായിട്ടാണ്, കുണ്ടും കുഴിയൊക്കെയാണ്, ടാറൊക്കെ ഇളകി കിടക്കാണ്. ഒരു സൈഡ് ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ്, വൺ സൈഡിൽ നമ്മുടെ റബ്ബറും തോട്ടങ്ങളുമാണ്. നല്ല തണുത്ത കാറ്റൊക്കെയാണ്. കഴുതുരുട്ടിയിൽ നിന്ന് 10 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ അമ്പനാട് ഹിൽസിലേക്ക്. വീണ്ടും യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും അമ്പലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പട്ടണത്തിൽ നിന്നൊക്കെ മാറി ഒരു സാധാ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു ഫീലാണ് നമുക്കിവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെയുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ചെറിയൊരു കടയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ സമയം ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇതാണ് അമ്പനാടി ഹിൽസിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ അമ്പനാടി ഹിൽസിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ പ്രവേശന ഫീസ് ഒരാൾക്ക് 100 രൂപയാണ്. പിന്നെ അതുപോലെ ഒരു സത്യവാങ്മൂലം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ള റേഷൻ കട ഇതാണ്. ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് വ്യൂ പോയിന്റിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് തൊഴിലാളികൾ പറിച്ചു വെച്ചിരിക്കുന്നത് തേയിലകളാണ്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഫാക്ടറിയിൽ നിന്ന് വണ്ടികൾ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇനി നമ്മൾ നേരെ വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ തേയില കൃഷിയും ഗ്രാമ്പൂ അതുപോലെ തേക്ക് അങ്ങനെ പലതരം വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റോഡിൻ്റെ രണ്ട് സൈഡിലോട്ടും ഈ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കധികം ചൂടൊന്നും ഏൽക്കത്തില്ല. വേനൽക്കാലത്ത് പോലും നമുക്ക് യാത്ര നല്ല സുഖകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പോകുന്ന വഴിക്ക് നമുക്ക് വറ്റി വരേണ്ട ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും തോടുകളും ഒക്കെ കാണാൻ പറ്റും. ഇത് അരണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ വ്യൂ പോയിന്റ് എത്തുന്നതിന് മുമ്പുള്ളൊരു ചെറിയൊരു ഗ്രാമമാണിത്. പിന്നെ ഈ കാണുന്നത് ഞാനിവിടെ വെച്ച് കണ്ടുമുട്ടിയ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു മയിൽക്കുട്ടി.
പുള്ളിക്കാരി വലിയ ഉപദ്രവകാരിയൊന്നുമല്ല, നമ്മളോടൊക്കെ നല്ലപോലെയാണ്, നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാനും ഒരു ഉഴുന്നോടെയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പുള്ളിക്കാരിയെ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇവിടെ അധികം ഹോട്ടലുകളോ ഷോപ്പുകളോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്, അതാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്, അരണ്ടൽ ക്യാൻറ്റീൻ. അപ്പോൾ ഇങ്ങോട്ട് യാത്ര വരുന്നവർക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കുന്നതാണ്. പിന്നെ എപ്പോഴും ഇവിടെ ചായയും കടികളും നമുക്ക് വെള്ളമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ക്യാഷ് കയ്യിൽ കരുതുക. ഗൂഗിൾ പേയോ അങ്ങനെയുള്ള മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. പൊതുവേ ഇവിടെ റേഞ്ച് കുറവാണ്. അപ്പം അമ്പലത്തിൻ്റെ അവിടുന്ന് നേരെയാണ് നമുക്ക് വ്യൂ പോയിന്റിലോട്ട് കയറി പോകാനുള്ള വഴിയുള്ളത്. ഈ കാണുന്നത് ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ എസ്റ്റേറ്റും താഴെയുള്ള തേയിലത്തോട്ടങ്ങളും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അത്യാവശ്യം താഴ്ചയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിലോട്ടൊക്കെ നടന്ന് നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇറങ്ങി നിൽക്കാൻ ശ്രമിക്കുക. ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പനാട് ഹിൽസ് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്ത് മലനിരകൾ കാണാം. മേളിലോട്ട് ഫുള്ള് കാടാണ്, നമുക്ക് മേളിലോട്ട് കയറാൻ അനുവാദമില്ല. വരുന്ന വഴിക്ക് ഈ വ്യൂ പോയിന്റ് കാണാതെ ഞങ്ങൾ കുറച്ചുകൂടി മുകളിലോട്ട് പോയി. പക്ഷെ മുകളിലോട്ട് കയറിപ്പോകാൻ നമുക്ക് അനുവാദമില്ല, കാരണം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ റോഡും വളരെ മോശമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് തൊട്ടടുത്ത മലയിൽ ഞങ്ങൾ ആനക്കൂട്ടത്തെ കാണുന്നത്. ഇത് തന്നെ ഒരു 6-7 ആനകളുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റ് കയറി കുറേ നേരം അവിടെ സമയമൊക്കെ ചിലവഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാറ കൂടി കണ്ടത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകാമെന്ന് കരുതി ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഒരു ചെറിയൊരു അരുവിയൊക്കെ കണ്ടു. അവിടെ പോയി കുറച്ച് നേരം നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിച്ചു കയറുന്ന വഴിയാണ് ആ പാറയിലേക്കുള്ള ചെറിയൊരു വഴി കാണുന്നത്. ആ വഴി കൂടെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള പുല്ലുകളെല്ലാം ചവിട്ടി മെതിച്ചിട്ടേക്കുന്ന കണ്ടു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നല്ല പച്ച ആനപ്പിണ്ണം കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് തന്നെ പേടിയാകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ആ പാറയിലേക്ക് പോകാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു കയറി ബൈക്ക് എടുത്ത് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി. അരണ്ടൽ അമ്പലത്തിൻ്റെ ഇടത്ത് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ കാണാൻ സാധിക്കും. ഞങ്ങൾ വീടുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ആളുകൾ പറഞ്ഞ് താഴെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഓടിച്ചാടി ചെന്നപ്പോഴാണ് ആനയുടെ ഈ സാഹസങ്ങളൊക്കെ ഞങ്ങൾ കണ്ടത്. അതും ഒരു ഒറ്റയാന. അവൻ കാണിച്ചു കൂട്ടുന്ന വികൃതികളാണ് ഈ കാണുന്നത് മൊത്തം. ശല്യക്കാരനല്ല, കൂട്ടത്തോടെയും വരും. കൂട്ടത്തോടെയും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വീടുകൾ. ഇതാണ് വളരെ ശാന്തസുന്ദരമായ സ്ഥലമാണ്. നല്ല കാറ്റും വലിയ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഇല്ലാത്ത നല്ല സ്ഥലമാണ്. പക്ഷെ
ഇടയ്ക്കിടയ്ക്ക് ആനയായിരുന്നു, അത് മാത്രമേ ഉള്ളൊരു ക്വാളിറ്റി. അപ്പോൾ വീടുകളുടെ ഭംഗിയൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അമ്പനാട് ഹിൽസ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം യാത്ര ചെയ്യുക. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മയിലിനെയും മലയണ്ണാനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ അമ്പനാട് ഹിൽസ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.